ലുലുവിൻ്റെ IPO ഇന്ന് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഇന്ന് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. ബാക്കി പൈസയും നമുക്ക് ബാലൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നോർമലി കിട്ടുന്ന ഇൻവെസ്റ്റർ നമ്പർ കാണും. പിന്നെ 1065 ഷെയർസ് ഓഫ് ലുലു റീറ്റെയിൽ ഹോൾഡിംഗ്സ് PLC ഹാവ് ബീൻ അലോക്കേറ്റഡ് യു ആൻഡ് റീഫണ്ട് ഓഫ് AED 2827.41 വിൽ ബി പ്രോസസ്ഡ് ഓൺ 13/11/2024. 1065 ഷെയർ. അപ്പോൾ 1065 ഇൻറ്റു 2.04 അപ്പം ഏകദേശം 2000 ഇഷ്ടം നമുക്ക് രൂപയുടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 2827 രൂപ നമുക്ക് ക്രെഡിറ്റും ആയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവർക്കും ഡൗട്ടാണ് ഇനി എന്ത് ചെയ്യണം. നമ്മൾ ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കാത്തവർ ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കണം. ഇനിയും നമുക്ക് ലുലുവിൻ്റെ ഷെയർ വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് November 14 അത് ലിസ്റ്റ് ആകുന്നത് ADXൽ. അപ്പം നല്ലൊരു ഗെയിൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരും 2000 രൂപയുടെ സ്റ്റോക്ക് കൊണ്ട് നിർത്താതെ വീണ്ടും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ സാലിക്കൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും, പാർക്കിംഗ് ആഡ് ചെയ്യാൻ സാധിക്കും, പിന്നെ ലുലുവിൻ്റെ ഷെയർ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. 2000 ദിർഹംസ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ഒരു വലിയ ഫിഗറോട് എത്തത്തില്ല. നിങ്ങൾ കൂടുതൽ പൈസ എല്ലാ മാസവും 500 1000 നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്താൽ നല്ലൊരു വെൽത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അങ്ങനെയാണ്. ലോങ് ടൈം എല്ലാ ബിസിനസ്മാന്മാരും അങ്ങനെയാണ്. ലോങ് ടൈമിൽ പൈസ അതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൽ കിടന്ന് പൈസ നമ്മൾ വളരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ലുലുവിൻ്റെ നിങ്ങളും ഒരു പാർട്ടാണ്. 0.0000 ചെറിയൊരു ഓണറാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ പൈസ അതിനകത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് പലർക്കും ഡൗട്ടുണ്ട്, എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും, എങ്ങനെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ബ്രോക്കറേജ് അക്കൗണ്ട് ത്രൂ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. പലരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെല്ലിങ്ങും ബൈങ്ങിങ്ങും ഒന്നും നടക്കുന്നത് ഒരു ദിവസം DFMലും ADXലൊക്കെ നടക്കുന്ന 10 ബില്യൺ ട്രാൻസാക്ഷനാണ്. നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ വളരെ ചെറിയ പൈസയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് സെല്ലും ബൈയും ഒക്കെ ചെയ്ത് പോയിക്കോളും. പിന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് ഡൗട്ടുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പ് ചാനലിൽ US സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഞാൻ ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ലോങ് റണ്ണിൽ എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാമെന്നൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ മൊത്തം പറയുന്നത്. അപ്പം ഞാൻ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസ് എല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമുള്ളതാണ്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് മുമ്പ് നിങ്ങൾ റിസർച്ച് നടത്തുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.